आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിഹാസം എന്ന ഖണ്ഡത്തിലെ ശബ്ദഹർത്തഹീൻ എന്ന ഗീതമാണ് പഠിച്ചത്. അതിൽ രാധ കൃഷ്ണനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ കർമ്മം, സ്വധർമ്മം, നിർണയദ്വായത്ത് എന്നീ 4 കാര്യങ്ങൾ രാധയെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥഹീനമാണ്, അർത്ഥമില്ലാത്തതാണ്. അവളെ സംബന്ധിച്ച് കൃഷ്ണൻ്റെ സമ്പർക്കമാണ് ലക്ഷ്യം. മറ്റ് ഉപദേശവാക്കുകളൊന്നും രാധയ്ക്ക് മനസ്സിലാകില്ല എന്നതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നാം പുതിയ ഗീതത്തിലേക്ക് കടക്കുകയാണ്. സമുദ്ര സ്വപ്ന ഇതിഹാസം എന്ന ഖണ്ഡത്തിലെ അവസാനത്തെ ഗീതമാണ്. രാധയുടെ സമുദ്ര സ്വപ്നമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ കൃഷ്ണൻ യുദ്ധത്തിന് ശേഷം വളരെ ദുഃഖിതനായി ക്ഷീണിതനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യവും ഇതിനകത്ത് കവി ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, കൃഷ്ണൻ വിഷ്ണു അവതാരമാണ്. അതുപോലെ ലക്ഷ്മി അവതാരമായിട്ട് രാധയെയും ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, വിഷ്ണു ഭഗവാൻ 1000 തലയുള്ള നാഗത്തെ മെത്തയാക്കിയിട്ടാണ് സമുദ്രത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. जिसकी शेष शैया पर तुम्हारे साथ युगों युगों तक क्रीड़ा की है, आज उस समुद्र को मैंने स्वप्न में देखा कनो. जिसकी शेष शैया पर तुम्हारे साथ युगों युगों तक क्रीड़ा की है, आज उस समुद्र को मैंने स्वप्न में देखा कनो. ഇവിടെ പറയുന്നത് രാധയും കൃഷ്ണനും ഒരുപാട് കാലങ്ങളായിട്ട്, യുഗയുഗാന്തരങ്ങളായിട്ട് പ്രണയലീലയിൽ മുഴുകിയിരുന്ന ആ സമയം ഇവിടെ രാധ ഓർക്കുകയാണ്. 1000 തലയുള്ള നാഗത്തെ മെത്തയാക്കി കൊണ്ട് യുഗയുഗാന്തരങ്ങളായിട്ട് പ്രണയലീലകൾ നടത്തി സമുദ്രത്തിൽ, അതായത് വിഷ്ണുവും ലക്ഷ്മിയും. ആ ജ്യൂസ് സമുദ്രക്കോ മേനെ സ്വപ്നമേ ദേഖ, ഇന്ന് ഞാൻ ആ സമുദ്രത്തെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. ജിസ്കി ശേഷശയ്യ, ശേഷശയ്യ എന്ന് പറഞ്ഞാൽ 1000 തലയുള്ള നാഗമാണ് ശേഷശയ്യ. ലഹरों के नीले अवगुंडन में जहाँ सिंदूरी गुलाब जैसा सूरज खिलता था, वहाँ सैकड़ों निष्फल सीपियाँ चटपटा रही हैं. लहरों के नीले अवगुंडन में, അലകൾ അടിക്കുന്ന നീല നിറത്തിലുള്ള അവകുണ്ടൻ. അവകുണ്ടൻ എന്ന് പറഞ്ഞാൽ മറയാണ്. മറയാകുന്ന നീല നിറത്തിലുള്ള അലകൾ, ലഹരോ അലകൾ. ജഹാൻ സിന്ദൂരി ഗുലാബ് ജൈസ സൂരജ് ഖിൽത്താത്ത, ആ മറയിൽ, നീല നിറത്തിലുള്ള മറയാകുന്ന ആ അലയിൽ സിന്ദൂരി ഗുലാബ്, സിന്ദൂര നിറത്തിലുള്ള റോസ്, ഗുലാബ് ജൈസ സൂരജ്, സിന്ദൂര നിറത്തിലുള്ള റോസിനെ പോലെയുള്ള സൂര്യൻ ഉദിക്കുമായിരുന്നു. വഹാ സൈക്കടോ നിഷ്ഫൽ സിപിയാം ചടപടാറേ. അതുപോലെ തന്നെ അവിടെ 100 കണക്കിന്, സൈക്കടോ നിഷ്ഫൽ നിസ്സഹായരായ, സിപിയാം ചടപടാറേ. സിപിയാം എന്ന് പറഞ്ഞാൽ ചിപ്പികളാണ്, മുത്തുച്ചിപ്പി, ചിപ്പികൾ. ചട്പട്ടാറേ, ചട്പട്ടാന വേദനിക്കുക, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് സുഖകരമായ ജീവിതം. സൂര്യൻ ഉദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷകരമായ ജീവിതമാണ്. ജീവൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ചിപ്പിയെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. കവി പറയുകയാണ്, നീല നിറത്തിലുള്ള മറയാകുന്ന അലകളിൽ റോസാപ്പൂവിനെ പോലുള്ള സിന്ദൂര നിറത്തിലുള്ള സൂര്യൻ ഉദിച്ചിരുന്നു. അവിടെ സുഖകരമായൊരു ജീവിതം ഉണ്ടായിരുന്നു. മഹാൻ സൈക്കടം, ഇപ്പോൾ അവിടെ എന്താണ്, 100 കണക്കിന് നിസ്സഹായരായ ചിപ്പികൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കുരുക്ഷേത്ര യുദ്ധം, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ എന്തായാലും സന്തോഷം ആർക്കും ലഭിക്കില്ല, ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ റിസൾട്ട് ദുഃഖമാണ്.
ഇവിടെ കൃഷ്ണൻ പരാജിതനായി ദുഃഖിതനായി മടങ്ങി വന്നിരിക്കുകയാണ്. और तुम मौन हो, मैंने देखा कि अगणित विक्षुब्ध विक्रांत लहरें फैन का शिरस्त्राण पहने सिवार का कवच धारण किए निर्जीव मछलियों के धनुष लिए യുദ്ധമുദ്ര മേ ആതുർ ഹെ. ഇവിടെ രാധ പറയുകയാണ്, രാധയിലൂടെ കവി പറയുകയാണ്, ഓർ തും മൗന ഹോ, നീ ഇവിടെ മൗനനായിട്ട് നിൽക്കുന്നു, കൃഷ്ണൻ മൗനനായിട്ട് നിൽക്കുന്നു. मैंने देखा कि അഗണിത് വിക്ഷുബ്ധ വിക്രാന്ത് ലഹനെ, ഞാൻ കണ്ടു. എന്താ കണ്ടത്? അഗണിത്, എണ്ണാൻ സാധിക്കാത്തത്ര, വിക്ഷുബ്ധ് എന്ന് പറഞ്ഞാൽ കോപിച്ച, വിക്രാന്ത് ലഹരെ, വലിയ, വിക്രാന്ത് എന്ന് പറഞ്ഞാൽ വലിയ അലകൾ, ഫേൻ ക ശിരസ്ഥാൻ പെഹനെ, പതയുടെ, ഫേൻ എന്ന് പറഞ്ഞാൽ പതയാണ്, അലകളുടെ പത, ശിരസ്ത്രാൻ പെഹനെ, പതയാകുന്ന ശിരോവസ്ത്രം ധരിച്ച്, ശിരസ്ത്രാൻ എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം, ഹെൽമറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. പതയാകുന്ന ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അലകൾ, കോപിച്ച അലകൾ, സിവാർ ക കവച് ധാരൺ കിയെ, പായൽ ധരിച്ചുകൊണ്ട്, സിവാർ എന്ന് പറഞ്ഞാൽ പായലാണ്, നിർജീവ് മച്ഛലിയോക്ക് ധനുഷ് ലിയെ, ജീവനില്ലാത്ത മച്ഛലിയോക്ക്, മത്സ്യങ്ങളുടെ വില്ലെടുത്ത്, ധനുഷ് വില്ല്, യുദ്ധമുദ്രാമേ ആതുർഹെ, യുദ്ധത്തിൽ, ആ അന്തരീക്ഷത്തിൽ അസ്വസ്ഥനായിട്ട് നിൽക്കുന്നതായിട്ട് ആര് കണ്ടു? രാധ കൃഷ്ണനെ കണ്ടു. ഓർ തും കബി മധ്യസ്ഥ ഹോ, കബി തടസ്ഥ, കബി യുദ്ധരത്, നീ മധ്യസ്ഥനായിട്ടാണ് ഇടയ്ക്ക് നിൽക്കുന്നത്, അതുപോലെ കബി തടസ്ഥ, തടസ്ഥ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷൻ, ആരുടെയും ഭാഗത്ത് നിൽക്കാത്ത, ചിലപ്പോഴൊക്കെ നീ ആരുടെയും ഭാഗത്ത് നിൽക്കുന്നില്ല, ചിലപ്പോൾ നീ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു യുദ്ധ ഭൂമിയിൽ, കബി യുദ്ധരഥ്, ചിലപ്പോൾ നീ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. ആ രംഗമാണ്, കൗരവരും പാണ്ഡവരും യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആ രംഗം, അവിടെ കൃഷ്ണൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഓർ മേനെ ദേക്ക, ഇതൊക്കെ സ്വപ്നത്തിൽ കാണുകയാണ്. ഓർ മേനെ ദേക്ക കി അന്ത് മേ തും थक कर इन सबसे खिन्न उदासीन विस्मित और कुछ कुछ आहत मेरे कंधों से टिक कर बैठ गए हूँ. പിന്നെ ഞാൻ കണ്ടു, അവസാനം നീ ക്ഷീണിച്ചുകൊണ്ട്, ഇൻ സബ്സെ ഖിന്ന്, ഇതിൽ നിന്നൊക്കെ ദുഃഖിതനായിട്ട്, ഖിന്ന് എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ഉദാസീനായിട്ട്, വിഷമമായിട്ട്, വിസ്മിത്, അത്ഭുതത്തോടു കൂടി, ഓർ കുച്ച് കുച്ച് ആഹത്ത്, അതുപോലെ കുറച്ചൊക്കെ മുറിവേറ്റുകൊണ്ട്, ആഹത്ത് മുറിവേൽക്കുക, മേരെ കന്തോസി, എൻ്റെ തോളോട് ചേർന്ന്, ടിക്കുകർ തോളോട് ചേർന്ന്, കന്ത തോള്, ടിക്കുകർ ചേർന്ന് നിൽക്കുക, ഭേഡ് ഗയേ, നീ വിശ്രമിക്കുകയാണ്. और तुम्हारी अनमनी भड़कती उंगलियां तड़क की गीली बालों पर कभी कुछ लिख देती हैं, किसी उपलब्धि को व्यक्त करने की अभिप्राय से नहीं, मात्र उंगलियों के ठंडे जल में डुबोने का क्षणिक सुख लेने के लिए. അതുപോലെ രാധ പറയാണ്, തുമാരി അൻമനി ഭടക്തി ഉങ്കില, നിൻ്റെ അൻമനി, അറിയാതെ തന്നെ, അൻമനി എന്ന് പറഞ്ഞാൽ അറിയാതെ, ഭടക്തി അലയുന്ന, ഉങ്കിലിയാം വിരലുകൾ, നിൻ്റെ അലയുന്ന വിരലുകൾ അറിയാതെ, തടക്കി ഗീലി ബാലു പർ, സമുദ്രതടത്തിലെ ഗീലി ബാലു, നനഞ്ഞ മണൽ, ബാലു എന്ന് പറഞ്ഞാൽ മണലാണ്, കബി കുച്ച് ലിഖ് ദേത്തി, എന്തൊക്കെയോ എഴുതുന്നുണ്ട്, കിസി ഉപലബ്ധിക്ക് വ്യക്തി കർണയ്ക്ക് അഭിപ്രായസ നഹി, എന്തോ നേട്ടം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ല, उपलब्धि നേട്ടം, മാത്ര ഉംഗലിയോं को ठंडे जल में डुबोने का क्षणिक सुख लेने के लिए, കേവലം നിൻ്റെ വിരലുകൾ ठंडे जल में, തണുത്ത വെള്ളത്തിൽ മുക്കിയാൽ ഉണ്ടാകുന്ന ആ ക്ഷണിക നേരത്തുള്ള ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് നീ അത് അങ്ങനെ ചെയ്യുന്നത്. നീ എഴുതുന്നത്, നിൻ്റെ വിരലുകൾ കൊണ്ട് നീ അറിയാതെ നീ എഴുതുന്നത് ചില നേട്ടങ്ങൾ വ്യക്തമാക്കാനല്ല, കാരണം ആ യുദ്ധത്തിൽ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ആ നനഞ്ഞ
വിരലുകൾ നിന്ന് കിട്ടുന്ന ആ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ തണുത്ത ജലത്തിൽ മുക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ മണലിൽ വിരലുകൾ മുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആജ് ഉസ് സമുദ്ര കോ മേനെ സ്വപ്ന മേ ദേഖാ കനു. ഇന്ന് ഞാൻ ആ സമുദ്രത്തെ സ്വപ്നത്തിൽ കണ്ടു കൃഷ്ണ. കനു വിഷ് ഭരേ ഫെൻ നിർജീവ് सूर्य, निष्फल सीपियाँ, निर्जीव मछलियाँ, लहरें नियंत्रणहीन होती जा रही है और तुम तट पर बाह उठा उठा कर कुछ कह रहे हो, पर तुम्हारी कोई नहीं सुनता, कोई नहीं सुनता. വിഷ് ഭരേ ഫെൻ, വിഷം നിറഞ്ഞ പത. ഫെൻ എന്നാൽ പതയാണ്. നിർജീവ സൂര്യൻ, ജീവനില്ലാത്ത സൂര്യൻ. നിഷ്ഫൽ സീപ്പിയ, നിസ്സഹായരായ ചിപ്പികൾ, സമുദ്രച്ചിപ്പി, മുത്തുച്ചിപ്പി. നിർജീവ് മച്ലിയാം, ജീവനില്ലാത്ത മത്സ്യങ്ങൾ. ലഹരെ നിയന്ത്രണഹീൻ ഹോത്തി ജാ രഹി ഹെ, അലകൾ, തിരമാലകൾ നിയന്ത്രണ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർ തും തടുപ്പർ ബാഹു ഉട്ടാക്കർ കുച്ച് കർ രഹേ ഹോ, നീ എന്താ ചെയ്യുന്നത്? സമുദ്ര തടത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട്, ബാഹ് കൈകൾ, ഉട്ടാക്കർ കുച്ച് കഹ് രഹേ ഹോ എന്തോ പറയുന്നുണ്ട്. പർ തുമാരി കോയ് നഹി സുൻത, പക്ഷെ നീ പറയുന്നത് ആരും കേൾക്കുന്നില്ല. കോയ് നഹി സുൻത, ആരും കേൾക്കുന്നില്ല. അതായത് യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കൃഷ്ണൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. अंत में तुम हार कर लौट कर तक कर मेरे वक्ष के गहराव में अपना चौड़ा माथा रख कर गहरी नींद में सो गए हो, और मेरे वक्ष का गहराव समुद्र में बहता हुआ बड़ा सा ताज़ा कुआरा मुलायम गुलाबी वड़पत्र बन गया है. അങ്ങനെ അവസാനം നീ തോറ്റ് പരാജിതനായി, ഹാർക്കർ, ലൗഡ്കർ മടങ്ങി, തക്കർ ക്ഷീണിച്ചുകൊണ്ട്, മേരെ വക്ഷയ്ക്ക് ഗഹരാമേ എൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിൽ, ഗഹരവ് ആഴം, ഭക്ഷ് എന്ന് പറഞ്ഞാൽ നെഞ്ച്, അപ്പുറം ചൗടാ മാത്താറക്കുക നിൻ്റെ വലിയ നെറ്റി വെച്ചുകൊണ്ട്, ഗഹരി നീന്തുമേ സോഗയേഹോ ആഴമേറിയ ഉറക്കത്തിലേക്ക് നീ പോയി. ഒരു മേരെ വക്ഷക ഗഹ്റാവ്, അതുപോലെ എൻ്റെ നെഞ്ചിൻ്റെ ആഴം, സമുദ്രമേ ബഹ്താ ഹുവ ബടാത്ത താസ കുവാര മുലായം ഗുലാബി വടപത്ര ബൻ ഗയാ. നീ അങ്ങനെ ഉറങ്ങിയപ്പോൾ, എൻ്റെ നെഞ്ചിൽ നെറ്റിവെച്ച് ഉറക്കത്തിലേക്ക് പോയപ്പോൾ, എൻ്റെ നെഞ്ചിൻ്റെ ആഴം സമുദ്രത്തിൽ ഒഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ട്, ബടാത്ത താസ ഫ്രഷായ, ക്വാര പവിത്രമായ, മുലായം ഫ്രഷായിട്ടുള്ള, ഗുലാബി റോസാപ്പൂ പോലെയുള്ള, റോസ് നിറത്തിലുള്ള, വടപത്ര ബൻഗയാ ഹെ ആലിലയായിട്ട് മാറി. എൻ്റെ നെഞ്ച്, ആയമേറിയ നെഞ്ച് സമുദ്രത്തിൽ ഒഴുകുന്ന പോലെ, ഫ്രഷ് പോലെ പവിത്രമായിട്ട്, വടപത്ര ബൻഗയ. വടപത്ര എന്ന് പറഞ്ഞാൽ ആലിലയാണ്. ആലില പോലെയായി, അല്ലെങ്കിൽ ആലില ആ അവസ്ഥയായി. जिस पर तुम छोटे से चौने की बांधी लहरों के पालने में महाप्रलय के बाद सो रहे हो. എപ്രകാരമാണ് കുട്ടിയെ പോലെ ആ ആലിലയിൽ, അതായത് അവളുടെ നെഞ്ച്, രാധയുടെ നെഞ്ച് ആലില പോലെയാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ആ നെഞ്ചിൽ ചെറിയ കുട്ടിയെ പോലെ, ലഹറോ കെ പാലനേമേ, അലകളുടെ തൊട്ടിലിൽ, ലഹറോ കെ പാലന എന്ന് പറഞ്ഞാൽ അലകളുടെ തൊട്ടിലാണ്. ആ തൊട്ടിലിൽ മഹാപ്രളയക്ക് ബാസോരേഹയോ, എപ്രകാരമാണ് മഹാപ്രളയത്തിന് ശേഷം ഉറങ്ങുന്ന പോലെ, കുട്ടിയെ പോലെ ഉറങ്ങുന്ന പോലെ ആ വടപത്രത്തിൽ നീ ഉറങ്ങി, അലകളുടെ തൊട്ടിലിൽ. ഇവിടെ മഹാപ്രളയം എന്ന് ഉദ്ദേശിച്ചത് യുദ്ധമാണ്, വലിയൊരു യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിന് ശേഷം ക്ഷീണിതനായിട്ട്, ദുഃഖിതനായിട്ട് ഇവിടെ രാധയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഉറങ്ങുകയാണ്. നീന്ത് മേ തുമാരെ ഹോട്ട് ധീരെ ധീരെ ഹിൽത്തെ ഹെ, ഉറക്കത്തിൽ നിൻ്റെ ചുണ്ടുകൾ പതുക്കെ പതുക്കെ ഇളകുന്നു. സ്വധർമ്മ ആഖിർ മേരെ ലിയെ സ്വധർമ്മ ക്യാ ഹെ, और लहरों की तपकी देकर तुम्हें सुलाती है. सो जाओ योगीराज, सो जाओ, निद्रा समाधि है.
नींद में तुम्हारे होठ धीरे धीरे हिलते हैं. ഉറക്കത്തിൽ നിന്റെ ചുണ്ടുകൾ പതുക്കെ പതുക്കെ ഇളകുന്നു. സ്വധർമ്മ സ്വധർമ്മ കർത്തവ്യം. ആഖിർ മേരെ ലിയെ സ്വധർമ്മ ക്യാ ഹെ? എന്നെ സംബന്ധിച്ച് കർത്തവ്യം എന്താണ്? और लहरों की तपकी देकर तुम्हें सुलाती हैं. സമുദ്രത്തിൻ്റെ അലകൾ തട്ടിക്കൊണ്ട് തലോടിക്കൊണ്ട് തപ്കി ദേക്കർ ലഹറെ അലകൾ തട്ടിക്കൊണ്ട് അല്ലെങ്കിൽ തലോടിക്കൊണ്ട് തപ്കി തന തലോടുക തുമ്മയെ സുലാത്തി നിന്നെ ഉറക്കുകയാണ്. സമുദ്രത്തിൻ്റെ അലകൾ നിന്നെ തലോടിക്കൊണ്ട് ഉറക്കുകയാണ്. സോജാവോ യോഗിരാജ്, ഉറങ്ങൂ കൃഷ്ണ. യോഗിരാജ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. സോജാവോ നിദ്ര സമാധി ഹേ. നിദ്ര എന്ന് പറയുന്നത് സമാധിയാണ്. नींद में तुम्हारे होठ धीरे धीरे हिलते हैं. न्याय अन्याय सद असत विवेक अविवेक कसौटी क्या है? आखिर कसौटी क्या है? और लहरें तपकी देकर तुम्हें सुला देती हैं. सो जाओ योगेश्वर, जागरण स्वप्न है, चलना है मिथ्या है. ഉറക്കത്തിൽ നിൻ്റെ ഹോട്ട്, നിൻ്റെ ചുണ്ടുകൾ, നിൻ്റെ അധരങ്ങൾ പതുക്കെ പതുക്കെ ഇളകുന്നു. ന്യായം അന്യായം, സത് അസത്, സത്യം അസത്യം, വിവേക അവിവേകം, കസൗട്ടിക്ക ഹെ. എന്താണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം? കസൗട്ടി എന്ന് പറഞ്ഞാൽ മാനദണ്ഡം. ആഖിർ കസൗട്ടിക്ക ഹെ, അവസാനം മാനദണ്ഡം എന്താണ്? ഓർ ലഹരയും തപ്കി ദേക്ക്, അലകൾ തിരമാലകൾ നിന്നെ തലോടിക്കൊണ്ട് നിന്നെ ഉറക്കുന്നു. സുലാതെത്തി സുലാന ഉറക്കുക. സോജാവോ യോഗേശ്വർ, ഉറങ്ങൂ യോഗേശ്വർ. യോഗേശ്വർ എന്ന് പറഞ്ഞാലും കൃഷ്ണൻ, യോഗിരാജ് എന്ന് പറഞ്ഞാലും കൃഷ്ണനാണ്. ജാഗരൺ സ്വപ്ന ഹെ, ഉണർവ് എന്ന് പറയുന്നത് ജാഗരൺ, ഉണർവ് എന്ന് പറയുന്നത് സ്വപ്നമാണ്. ചലന ഹെ, ഭ്രമമാണ്. മിഥ്യ ഹെ, മിഥ്യയാണ്. तुम्हारे माथे पर पसीना झलक आया है और होंठ काम रहे हैं और तुम चौंक कर जाग जाते हो और तुम्हें कोई भी कसौटी नहीं मिलती और जुए के फांसे की तरह तुम निर्णय को फेंक देते हो. तुम्हारे माथे पर पसीना झलक आया है. നിൻ്റെ നെറ്റിയിൽ പസീന, വിയർപ്പ് അവ്യക്തമായി വരുന്നുണ്ട്, തിളങ്ങുന്നുണ്ട്. ഓർ ഹോട്ട് കാം രഹെ, നിൻ്റെ അധരങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർ തും ചൗക്ക് കർ ജാഗ് ജാത്തെ ഹോ, നീ ഞെട്ടിക്കൊണ്ട് ഉണരുന്നു. ഓർ തുമേ കോയി ബി കസോട്ടി നഹി മിൽത്തി, അപ്പോഴും നിനക്ക് ഒരു മാനദണ്ഡവും കിട്ടുന്നില്ല. ഓർ ജുവയ്ക്ക് പാസയ്ക്ക് തര്, അതുപോലെ ചൂതുകളി, ജുവ എന്ന് പറഞ്ഞാൽ ചൂതുകളിയാണ്. ജുവയ്ക്ക് പാസയ്ക്ക് തരി, ചൂതുകളിയുടെ കരുക്കളെ പോലെ, പാസെ കരുക്കൾ, ചൂതുകളിയുടെ കരുക്കളെ പോലെ നീ നിർണയിക്കോ ഫേങ് ദേത്തെ ഹോ, നീ നിൻ്റെ തീരുമാനങ്ങളെ എറിയുന്നു. ജോ മേരെ പൈത്താനെ ഹേ വ സ്വധർമ്മ, നിൻ്റെ കാൽക്കളിൽ ഉള്ളത് സ്വധർമ്മമാണ്. അതായത് കൃഷ്ണൻ്റെ കാൽക്കളിൽ ഉള്ളത് യുധിഷ്ഠിരനാണ്, അത് സ്വധർമ്മമാണ്, ധർമ്മമാണ്. ജോ മേരെ സിർഹാനെ ഹേ വ അധർമ്മ, അതുപോലെ എൻ്റെ തലക്കിൽ നിൽക്കുന്നത്, സിർഹാന എന്നാണ് തലക്കൽ, അത് അധർമ്മമാണ്, ദുര്യോധനനാണ്. യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിലാണ് യുദ്ധം. ഒറിയെ സുൻത്തെ ഹി ലഹരെ, അത് കേട്ടുകൊണ്ട് തിരമാലകൾ, അലകൾ, ഖായൽ സാമ്പോസി ലഹർ ലേനെ ലഗ്തി ഹെ, മുറിവേറ്റ സർപ്പം പോലെ അടിക്കാൻ തുടങ്ങി. ഖായൽ സാമ്പോ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ സർപ്പം. ഓർ പ്രളയ് ഫിർ ശുരു ഹോ ജാത്തി ഹെ, അങ്ങനെ പ്രളയം വീണ്ടും തുടങ്ങുന്നു. തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഇവിടെ കൃഷ്ണന്. ഒരു പക്ഷേ ധർമ്മത്തിൻ്റെ ഭാഗത്ത് ദുര്യോധനനാണെങ്കിൽ ഇവിടെ വിജയം ഉണ്ടായേനെ. പക്ഷേ ഇവിടെ കാൽക്കലിൽ യുധിഷ്ഠിരനും തലക്കലിൽ ദുര്യോധനനുമാണ്. മാനദണ്ഡം ഇവിടെ മനസ്സിലാകുന്നില്ല. കൃഷ്ണൻ്റെ നെറ്റി വിയർക്കാൻ തുടങ്ങി, ചുണ്ട് വിറയ്ക്കാൻ തുടങ്ങി, ഞെട്ടി ഉണരുന്നു. ഇതൊക്കെ യുദ്ധത്തിൻ്റെ ശേഷമുള്ള കൃഷ്ണൻ്റെ അവസ്ഥയാണ്. और तुम फिर उदास होकर किनारे बैठ जाते हो और विषादपूर्ण दृष्टि से शून्य में देखते हुए कहते हो, यदि कहीं उस दिन मेरे पैताने दुर्योधन होता तो, आहा
इस विराट समुद्र के किनारे वो अर्जुन मैं भी अबोध बालक हूँ. आज मैंने समुद्र को स्वप्न में देखा कनो. और तुम फिर उदास होकर किनारे बैठ जाते हो. നീ വളരെ ദുഃഖിതനായിട്ട് തീരത്ത് ഇരിക്കുന്നു. और विषादपूर्ण दृष्टि से शून्य में देखते हुए വിഷാദനായി ദുഃഖിതനായിട്ട് നീ ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് कहते हो നീ പറയുന്നു यदि कहीं उस दिन मेरे पैताने दुर्योधन होता तो ആ യുദ്ധത്തിൽ ആ യുദ്ധഭൂമിയിൽ ഒരു പക്ഷേ എൻ്റെ കാൽക്കലിൽ പൈത്താനെ ദുര്യോധനനായിരുന്നെങ്കിൽ ആ ദീർഘവിശ്വാസം ഇടുന്നു. ഈ വിരാട് സമുദ്രക്ക് കിനാരെ ഈ വിരാടമായ ഈ വലിയ സമുദ്രത്തിൻ്റെ തീരത്ത് അർജുന ഞാൻ ഈ വലിയ സമുദ്ര തീരത്ത് ഞാൻ അർജുനോട് പറയാണ് ഞാൻ വെറും നിഷ്കളങ്കനായ അബോധ ബാലകവും അജ്ഞാനിയായ ബാലകനാണ്. നിഷ്കളങ്കനും അജ്ഞാനിയുമായ ബാലകൻ മാത്രമാണ്. അതായത് ആ യുദ്ധ സമയത്ത് ദുര്യോധനനാണ് കാൽക്കൽ ഉള്ളതെങ്കിൽ ഒരു പക്ഷേ വിജയിച്ചേനെ എന്ന് അർജുനോട് പറയാണ്. ഈ മഹാസാഗരത്തിൻ്റെ ഈ തീരത്ത് കൃഷ്ണനും ഒരു നിഷ്കളങ്കനായ അജ്ഞാനിയായ അതായത് ബാലകനാണ്. യുദ്ധത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആജ് മേനെ സമുദ്ര കോ സ്വപ്നമേ ദേക്കാക്കാനോ. ഇന്ന് ഞാൻ സമുദ്രത്തെ സ്വപ്നത്തിൽ കണ്ടു കൃഷ്ണ. ഈ കാര്യങ്ങളൊക്കെ രാധ കണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. तट पर जल देवदारुओं में बार बार कंड खोलती हुई हवा के गूंगे जकोरे बालू पर अपने पग चिन्ह बनाने के करुण प्रयास में बैसाखियों पर चलता हुआ इतिहास लहरों में तुम्हारे श्लोकों से अभिमंत्रित गांडीव गले हुए सिवार सा उतर आया है और अब तुम तटस्थ हो गए हो और उदास. तट पर ജൽ ദേവദാരുവുമേ. ദേവദാരു എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്, ജലവൃക്ഷം. തടത്തിൽ തീരത്ത് ബാർ ബാർ കണ്ട് കോൽത്തി ഹുയി ഹവ. വീണ്ടും വീണ്ടും തൊണ്ട തുറക്കുന്ന കാറ്റ്, ഹവ. ആ കാറ്റിൻ്റെ ഗൂങ്കെ ജക്കോരെ, ആ വീശൽ, മൂകമായ വീശൽ. തൊണ്ട തുറന്നുകൊണ്ട് കാറ്റിൻ്റെ മൂകമായ വീശൽ. വൃക്ഷത്തിൽ, ആ ദേവദാരു ജലവൃക്ഷത്തിൽ. ബാലൂപ്പർ അപ്നെ പകച്ചിന് ബനാനയ്ക്ക് കരുൺ പ്രയാസമേ. മണലിൽ തൻ്റെ കാൽപ്പാടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരുണമായ പ്രയാസത്തിൽ. ബൈസാഖ്യോ പർ ചൽത്താ ഹുവ ഇതിഹാസ്. ഊന്നുവടിയുടെ സഹായത്താൽ. ബൈസാഖ്യോ എന്ന് പറഞ്ഞാൽ ഊന്നുവടിയാണ്. ഊന്നുവടിയുടെ സഹായത്താൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം, ഇതിഹാസ്. ലഹറോ മേ തുമേ ശ്ലോകോ മേ അഭിമാന്ത്രിത് ഗാണ്ഡീവ്. അലകളിൽ നിൻ്റെ ശ്ലോകം സെ അഭിമന്ത്രിത്, മന്ത്രം ആവാഹിച്ച ഗാണ്ഡീവ്, ഒരു തരം വില്ലാണ്, മന്ത്രം ആവാഹിച്ചിട്ടുള്ള ഒരു വില്ലാണ്. ഗലേ ഹുവേ സിവാർസ, നശിച്ച പായൽ പോലെ. സിവാർ പായൽ. ഉത്തരായ ഹെ, ഇറങ്ങി വന്നിരിക്കുകയാണ്. और अब तुम तटस्थ हो और उदास. ഇപ്പോൾ നീ നിഷ്പക്ഷനും ഉദാസനും അതായത് ദുഃഖിതനുമാണ്. ഇവിടെ പ്രകൃതിയിലെ ചില പ്രതീകങ്ങളിലൂടെ കൃഷ്ണൻ്റെ ദുഃഖം, വലിയൊരു യുദ്ധം കഴിഞ്ഞ് പരാജിതനായി ദുഃഖിതനായിട്ട് വന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മണലിനെയും അതുപോലെ ഊന്നുവടിയെയും ഒക്കെ, അതുപോലെ മന്ത്രം ആവാഹിച്ച വില്ലും കാറ്റും ദേവദാരു വൃക്ഷത്തെയൊക്കെ അതുപോലെ കാറ്റിനെയും ഒക്കെ പ്രതീകങ്ങളാക്കി ഇവിടെ കവി ചിത്രീകരിച്ചത്. ഇവിടെ ഇതിഹാസ പുരുഷനാവാൻ കൃഷ്ണന് സാധിച്ചില്ല. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. പരാജിതനായി ദുഃഖിതനായിട്ട് മടങ്ങേണ്ടി വന്നു. समुद्र के किनारे नारियल के कूंज है.
और तुम एक बूढ़े पीपल के नीचे चुपचाप बैठे हो, मौन, परिश्रमित, विरक्त और पहली बार जैसे तुम्हारी अक्षयी तरुणाई पर तखान चाह रही है. സമുദ്ര के किनारे, സമുദ്രത്തിൻ്റെ തീരത്ത് നാരിയൽ का കൂഞ്ച് है, തെങ്ങിൻ തോട്ടമുണ്ട്, കൂഞ്ച് കൂട്ടം, നാരിയൽ തേങ്ങ. और तुम एक बूढ़े पीपल के नीचे चुपचाप बैठे हो, നീ ഒരു വൃദ്ധാവസ്ഥയിലുള്ള പീപ്പിൾ കെ നീച്ചെ, ആൽമരമാണ് പീപ്പിൾ, അതിൻ്റെ താഴത്തായിട്ട് മിണ്ടാതെ ഇരിക്കുന്നു, മൗനമായിട്ട്, പരിശ്രമിതമായിട്ട്, ശാന്തമായിട്ട്, വിരക്തനായിട്ട്. ഒരു പെഹ്ലി ബാർ, ആദ്യമായിട്ടാണ്, ജैसे തുമാരി അക്ഷയ് തരുണായി പർ, നിൻ്റെ യുവത്വം നിറഞ്ഞ തരുണായി, യുവത്വം നിറഞ്ഞ അക്ഷയ്, ക്ഷയിക്കാത്ത ആ ശരീരത്തിൽ തഖാൻ ചാരഹി ഹെ, ക്ഷീണം, മടുപ്പ് നീലിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. നീ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്, നിൻ്റെ യുവത്വം നിറഞ്ഞ ക്ഷയിക്കാത്ത ശരീരത്തിൽ ക്ഷീണം കാണുന്നത് ആദ്യമായിട്ടാണ്. എവിടെയാണ് കൃഷ്ണൻ ഇരിക്കുന്നത്? ആൽമരത്തിൻ്റെ ചോട്ടിൽ, ഒരു വൃദ്ധാവസ്ഥയിലുള്ള ആൽമരത്തിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. അത്രയ്ക്കും ദുഃഖിതനാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. और चारों ओर एक खिन्न दृष्टि से देखकर, एक गहरी सांस लेकर तुमने असफल इतिहास को जीर्णावसन की भांति त्याग दिया. നീ നാല് ഭാഗത്തും, നാല് ദിക്കിലും കിന്ന ദൃഷ്ടി ദുഃഖിതനായിട്ട്, ദൃഷ്ടിയോടുകൂടി, ഏക്ക് ഗഹരി സാസിലേക്ക്, ഒരു ആഴം നിറഞ്ഞ ശ്വാസമെടുത്ത്, ദീർഘശ്വാസം എടുത്തുകൊണ്ട്, തുമ്നെ അസഫൽ ഇതിഹാസ്കോ, നീ സക്സസ് ആവാത്ത അസഫൽ, ആ ചരിത്രത്തിന്, ജീർണാവസനിക്ക് ബാന്ധിത്യാഗത്തിയ ആ ഇതിഹാസത്തെ നീ പഴയ വസ്ത്രം പോലെ ത്യാഗം ചെയ്തു. ജീർണവസൻ എന്ന് പറഞ്ഞാൽ പഴയ വസ്ത്രമാണ്. നീ ആ ചരിത്രത്തെ നീ പഴയ വസ്ത്രം പോലെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് നീ ഉപേക്ഷിച്ചു, ത്യാഗം ചെയ്തു. और इस क्षण केवल अपने में डूबे हुए, दर्द में पके हुए तुम्हें बहुत दिन बाद मेरी याद आई है. ഈ ഒരു നിമിഷം, ഈ ക്ഷൺ, കേവൽ അപ്നെ മേ ഡൂബേ, നീ സ്വയം തന്നിലേക്ക് മുങ്ങിക്കൊണ്ട്, വേദനയിൽ മുങ്ങിക്കൊണ്ട്, ദർദ് മേ പക്കെ ഹുവേ, വേദനയാൽ, തുമേ ബഹുത് ദിൻ ബാദ് മേരി യാദായി, നിനക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നെ ഓർമ്മ വന്നത്. കാരണം യുദ്ധത്തിന് പോകുന്ന സമയത്തൊന്നും കൃഷ്ണൻ രാധയെ ഓർത്തില്ല. യുദ്ധം മാത്രമായിരുന്നു ചിന്ത. രാധയ്ക്ക് മാത്രമായിരുന്നു കൃഷ്ണനെ ചിന്ത ഉണ്ടായിരുന്നത്. കാംതി ഹുയി ദീപ് ലൗ ജയ്സെ പീപ്പിൾ കെ പത്തെ ഏക് ഏക് കർ ബുജ് ഗയെ, വിറച്ചുകൊണ്ടിരിക്കുന്ന, വിറയാർന്ന ആ ദീപപ്രകാശം, ദീപ് ലൗ, ദീപപ്രകാശമാണ്. ജയ്സെ പീപ്പിൾ കെ പത്തെ, ആൽമരത്തിൻ്റെ ഇലകളെപ്പോലെ, ഏക് ഏക് കർ ബുജ് ഗയെ, ഓരോന്നായിട്ട് കൊഴിഞ്ഞു, ബുജ് ഗയെ, കൊഴിഞ്ഞു പോവുക. വിറയ്ക്കുന്ന ആ ദീപം ആൽമരത്തിൻ്റെ ഇലകൾ കൊഴിയുന്ന പോലെ കെട്ടടങ്ങി. ഉത്തരാവുക അന്തിയാര, ഇരുട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. समुद्र की लहरें अब तुम्हारी फैली हुई सावरी शिथिल बाहें हैं, भड़कती सीपियाँ तुम्हारे कामते अधर. സമുദ്രത്തിൻ്റെ അലകൾ, ലഹരെ, അപ്പോൾ തുമാരി ഫൈലി ഹുയി സാവരി ശിഥിൽ ബാഹെ ഹെ, ആ അലകൾ നിൻ്റെ പരന്നു കിടക്കുന്ന ശ്യാമവർണ്ണമായ സാവരി, ശിഥിലമായ കരങ്ങളാണ്. സമുദ്രത്തിൻ്റെ ഈ ലഹരെ, ബടക്തി സീപ്പിയാൻ തുമാരെ കാംത്തെ അദർ, അതുപോലെ അലഞ്ഞുകൊണ്ട് നടക്കുന്ന ബടക്തി സീപ്പിയാം, ആ ചിപ്പികൾ നിൻ്റെ വിറയ്ക്കുന്ന അധരങ്ങളാണ്. और अब इस क्षण तुम केवल एक भरी हुई, पकी हुई गहरी पुकार हो, सब त्याग कर मेरे लिए भड़कती हुई. ഈ നിമിഷം നീ കേവലം നിറഞ്ഞ, एक भरी हुई, പക്കി ഹുയി, പാകമായ, ഗഹരി, ആഴമേറിയ വിളിയായിട്ട് മാറി. സബ് ത്യാഗ്, എല്ലാം ത്യാഗം ചെയ്തു, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, മേരെ ലിയെ ഭടക്തി ഹുയി, എനിക്ക് വേണ്ടി അലയുന്ന.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.